ഈ അവധിക്കാലം ഇന്ന് അവസാനിക്കും. പക്ഷേ ഇതൊരിക്കലും മറക്കാനാവില്ല. പണ്ട് ആരോ പറഞ്ഞതുപോലെ, നമ്മെ സഹായിക്കാൻ ആരുമില്ലെങ്കിൽ കഷ്ടപ്പാടുകൾക്ക് ഒരു തടയിടാൻ അവൻ അവതരിക്കും. ദൈവത്തെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു വിളക്കിനുമപ്പുറം സത്യത്തിൻ്റെ പര്യായമായി ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയ ആ ദിനങ്ങൾ. സത്യത്തെ എനിക്ക് കാണിച്ചു തന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണിത്. ടിക്കറ്റ് കിട്ടി. അത് വർക്കാവൂല. ഇവന്റെ ഒരു കാര്യം. ഇപ്പോൾ ടൈം 11 മണി. നമ്മുടെ ഷോ ആണെങ്കിൽ 12:25. പക്ഷേ നമ്മുടെ കഥാനായിക എവിടെ? ഹോ, അവള് വന്ന വഴിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാണ്. ഡേ, മുക്കത്തെ പെണ്ണ് വരുന്നുണ്ട്, തുടങ്ങിക്കോ. അപ്പോ തുടങ്ങാലേ? എടാ, ഈ മൊയ്തീൻ എന്നൊരു തല്ലിപ്പൊളി പടവാടാ. ശരിയാടാ, നിന്നെ പോലെ തന്നെ. എന്താ മക്കളെ പറഞ്ഞേ? മൊയ്തീൻ എന്തു പറ്റിനാ? അല്ല, ഈ മൊയ്തീൻ എന്നൊരു ബോറ് പടം എന്ന് പറയുന്നു അല്ലടാ? അല്ലേ, ദിവനെ പോലെ. ഡാ ബഷീറേ, നിന്റെ ചത്തുപോയ അമ്മാവൻ മൊയ്തീന്റെ കഥയല്ലാത്തത് കൊണ്ടാ നിനക്ക് ഇഷ്ടപ്പെടാത്തെ. പോടാ, വഴിയെ പോണ എന്നെ വെറുതെ പ്രാന്തൊടിപ്പിക്കലടാ കോഴികളെ. പുല്ല് വേണ്ടായിരുന്നു. വല്ല ആവശ്യം ഉണ്ടായിരുന്ന? ഉള്ള നാണവും പോയി മാനവും പോയി. കൊണ്ട് ഓടേ. നീ സത്യത്തിൽ മൊയ്തീൻ കണ്ട? അടിപൊളി. എന്താ മക്കളെ, കഥ കേട്ടിരുന്ന് രസിച്ചു പോയോ? പോകണ്ടേ? കഴിച്ചാലോ? കാശാരും കൊടുക്കും. നീ കഴിച്ചോ, കാശ് ഞാൻ കൊടുത്തോളാം. എന്നാ വാ, ആദ്യം നമുക്ക് കയറാം. അപ്പൊ ശരി, ബൈ. ബൈ. ശരിടാ, ബൈ. പിന്നെന്താ? പിന്നെ ഒന്നുമില്ല. എന്നാ ശരി, മോൻ പോയിക്കോ. അങ്ങോട്ട് പോയ പെൺകുട്ടിക്ക് കമ്പനി മൊത്തം ആമ്പിള്ളേരായിട്ടാ.
കാശ് കൂടുതലാ, അതുകൊണ്ടാ പെണ്ണുങ്ങൾ തലതെറിച്ച് പോകുന്നത്. ഷ്യോ, അവൾ ഇന്നും വല്ല പുലിവാലും പിടിച്ചു കാണും. അഭിനവേ, ഗാഥ. എന്റെ അച്ഛനല്ലേ, എന്റെ മാത്രം. അച്ഛനുണ്ടാക്കുന്നത് എനിക്ക് വേണ്ടി മാത്രല്ലേ. മൈ ഡാഡ് ഇസ് മൈ ഹീറോ. സ്വന്തം അച്ഛൻ മരിച്ചു കിടന്നിട്ട് ഏതെങ്കിലും കുട്ടികൾ മുറിയടിച്ചിട്ടിരിക്കുവോ? ശരിയാ, ആ കുട്ടിയൊന്ന് കരഞ്ഞതുപോലുമില്ല. സ്നേഹമുള്ളവർക്കല്ലേ കരച്ചിലൊക്കെ വരും. ഇട്ടുമുടാനുള്ള സ്വത്തുണ്ടല്ലോ, പിന്നെന്താ. ആ പെണ്ണൊരു തലതെറിച്ച പെണ്ണ. മോളെ, എന്തേലും കഴിക്ക്. ഒന്നും കഴിച്ചില്ലല്ലോ. വാ, എണീറ്റ് വരൂ. അമ്മ മോളെ കഴിപ്പിക്കാൻ വന്നാണല്ലേ? ഹോ, എന്റെ തൊലി ഉരിഞ്ഞു പോയി. സ്വന്തം തന്ത മരിച്ചിട്ട് പോലും ഒരിറ്റ കണ്ണീര് വീഴ്ത്താത്തവളാ തലതെറിച്ചത് സന്തതി. ദിവസങ്ങൾ കടന്നു. ഗാഥ എല്ലാവരെയും അവഗണിക്കാൻ തുടങ്ങി. അവൾ മൂകയായി. സമൂഹം അവൾക്കെതിരായി. ഗാഥ! 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 ആ പോയത് ആരാന്നറിയോ? സ്വന്തം അച്ഛൻ മരിച്ചിട്ട് പോലും കരയാത്തതാ. ആ ചേച്ചി, എൻ്റെ കാര്യങ്ങൾ അറിയാലോ. ബിസിനസ് ആകെ തകർന്നിരിക്കുകയാണ്. ചേട്ടനാണെങ്കിൽ ഒരു പൈസ പോലും സേവിങ്സ് ഇല്ല. ആ ഇൻഷുറൻസ് എമൗണ്ട് ഒന്ന് മറിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. ഒരു പെൺകൊച്ചാണ് വളർന്നു വരുന്നത്. ഭാവിയിൽ സഹായിക്കാൻ ഞങ്ങളൊക്കെ കാണൂ. ആലോചിച്ച് തീരുമാനിക്കുക. രാകേഷ്, നിന്റെ അക്കൗണ്ട് നമ്പർ എനിക്ക് മെസ്സേജ് ചെയ്യേ. അമ്മയുടെ തുച്ഛമായ ശമ്പളം കൊണ്ട് അവൾക്ക് പഠിക്കാനുള്ളതുപോലും ഉണ്ടായിരുന്നില്ല. അവസാന പരീക്ഷ കഴിഞ്ഞു. ലാസ്റ്റ് ടൈം ഫീ അടയ്ക്കാൻ ഗാഥ മാത്രം ബാക്കിയായി. ഹലോ രാധിക, നമുക്ക് നമ്മുടെ പേരൻസിനോട് ചോദിച്ചാലോ അവളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന്? അച്ഛാ, ഞാൻ പറഞ്ഞ കാര്യം നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ ഉണ്ടാക്കുന്നത് നിനക്കാ, അല്ലാതെ ഒരു ഗതിക്ക് പരഗതിയില്ലാത്തവർക്കല്ല. മനസ്സിലായോ? ആ കാര്യം മറന്നേക്ക്. അമ്മ, രാധിക, നടപ്പില്ല. എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ. ഇനി എല്ലാം ദൈവത്തിന്.
അതെ, ഗാഥയുടെ കാര്യം. അവക്കൊരു മണി ഓർഡർ കിട്ടി, 20,000 രൂപ. ആരുടെ? പേരൊന്നുമില്ല, നാട്ടുകാർ മുഴുവൻ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിന് നാട്ടുകാർക്ക് ഇതൊക്കെ തന്നെയല്ലേ പറയാനുള്ളൂ. ഈ സൊസൈറ്റിയിൽ ജീവിക്കാന്നുള്ളത് കുറച്ച് പാടുള്ള കാര്യം തന്നെയാ. നിങ്ങൾക്കറിയാമോ, ആരും സഹായിക്കാനില്ലാത്തപ്പോ ദൈവം വരും. ഈ ഉണ്ടാക്കുന്ന കാശൊക്കെ ഇല്ലേ, ആർക്ക് വേണ്ടിയാ, എന്തിനു വേണ്ടിയാ? ഒരു പെണ്ണിന്റെ ജീവന് വില കൂടുതലാണല്ലേ. ഇറങ്ങി പോടാ. പോവാൻ തന്നെയാ വന്നേ. ഇവനിപ്പോൾ വേണ്ടത് ഒരു ഉത്തരമാണ്. ആ മണി ഓർഡർ ആരയച്ചു എന്നതിനുള്ള ഉത്തരം. ഇന്ന് ഈ അവധിക്കാലം അവസാനിക്കുമ്പോൾ ഗാഥ വീണ്ടും ചർച്ചയാവുന്നു. പരീക്ഷയിൽ 100% മാർക്കും വാങ്ങിച്ചുകൊണ്ട്. നിങ്ങളെ വേദനയിലേക്ക് തള്ളിയിടുമ്പോൾ പുഞ്ചിരിയുടെ ഒരു പിടിവള്ളിയും ഞാൻ കൂടെയിടും. പക്ഷേ സമയമാകുമ്പോഴേ നിങ്ങളത് കാണും. അല്ലെങ്കിൽ ഈ ജീവിതത്തിന് എന്ത് രസം അല്ലേ?